പിണങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ. പുള്ളിക്കാരൻ പിണങ്ങി, നല്ല രീതിയിൽ പിണങ്ങിയിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ ഒരു ഉദ്ഘാടനം നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഭാര്യയും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ അങ്ങ് സോൾവ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ഫ്രണ്ട് ഇടപെട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയൊക്കെ ചെയ്ത് സോൾവായി. പുള്ളിക്കാരി പറഞ്ഞത്, ആ മീഡിയ വന്നിട്ട് 5000 പെണ്ണുങ്ങളുടെ കണക്കൊക്കെ പറഞ്ഞത് പുള്ളിക്ക് അങ്ങ് സങ്കടമായിപ്പോയി. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചതെന്ന്. എന്തോ ചെയ്യാനാ, കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയ വിളിച്ച് പറയാൻ പാടുണ്ടോ ചേച്ചി? ഏ ഒന്ന് ആലോചിച്ചേ, എത്ര ഗൗരവമായിട്ടുള്ള കാര്യമായിരുന്നു ഇന്നലെയൊക്കെ വിളിച്ചു പറഞ്ഞത് രണ്ടും കൂടെ. അവർക്ക് വട്ടാണെന്ന് ഗണേശ് പറയുന്നു, ഇപ്പുറത്തോടെ അവരോ. ഓ, എന്തൊക്കെ കഥകളായിരുന്നു. ഫോണിനകത്ത് കിടപ്പുണ്ട്, അത് കിടപ്പുണ്ട്, ഇത് കിടപ്പുണ്ട്, മറ്റേ കിടപ്പുണ്ട്, മറിച്ച് കിടപ്പുണ്ട്. ഓക്കെ, എല്ലാം അവിടെ തന്നെ കിടപ്പുണ്ടെന്ന് നല്ല രീതിയിൽ എല്ലാവർക്കും അറിയാം ചേച്ചി. പക്ഷെ ചേച്ചി ഇങ്ങനെ വന്ന് പ്ലേറ്റ് മാറ്റുമ്പോഴേ ഒരു സ്റ്റാൻഡില്ലായ്മ. നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ, നാളെ മീഡിയയുടെ മുമ്പിൽ നിങ്ങൾക്ക് പറയുമ്പോൾ ചിലപ്പം പതറിപ്പോവും കേട്ടോ. ചിലപ്പം ഇന്ന് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്, അല്ല ഇന്നലെ കിട്ടിയ ആ സപ്പോർട്ട് ഇനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വാക്കിന് സ്ഥിരതയില്ലെന്ന് ആൾക്കാർ വിചാരിക്കും. ഇതിപ്പോൾ എങ്ങനെ ഒതുങ്ങിയെന്ന് ഏത് പൊട്ടനും വേണമെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇലക്ഷൻ വരാൻ പോവല്ലേ, അപ്പം പിന്നെ ഒതുങ്ങിയല്ലേ പറ്റൂ. ഇപ്പം വേറെ വല്ല ആൾക്കാരാണെങ്കിൽ എത്ര തന്നു എന്ന് ചോദിക്കും. ഇവിടെ ചോദ്യചിഹ്നങ്ങൾ ഒരുപാട് കേസ് കേട്ടുണ്ട്. ഇനി ഗണേഷ് കുമാർ വല്ലതും വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയോ, നിന്റെ കേസ് കേട്ട് വല്ലതും പുറത്ത് വിടുവോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കാണുമോ? എന്തെങ്കിലും ആട്ടെ. എന്തായാലും രണ്ടുപേരുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കേരള പോലീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത്രയും ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ വിളിച്ച് വരുത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? മന്ത്രി ആയതുകൊണ്ടാണോ? കേരള പോലീസ് നൈസായിട്ട് അങ്ങ് സ്കൂട്ടായി. ഇപ്പം മനസ്സിലായി കാണുമല്ലോ, അധികാരം ഉള്ളതും ഇല്ലാത്തതിൻ്റെ. ഇവിടെ ഗണേഷ് കുമാറിന് അധികാരമുണ്ട്, അതുകൊണ്ട് അത് അവരെ ഡീൽ ചെയ്ത്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നല്ല രീതിയിൽ പ്ലേ ചെയ്തു. ഇപ്പം ഓരോരുത്തർ വന്നിട്ട് ജയ് വിളിക്കുന്നു, അത് വിളിക്കുന്നു, പുകഴ്ത്തുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഓരോരോ മാറ്റങ്ങളെ. കമ്മ്യൂണിസ്റ്റുകാർ ഏതാ കോൺഗ്രസ്, ഏതാ ഹോഹോ. ഇതിൻ്റെ പിന്നിലെല്ലാം ഇന്നലെയൊക്കെ ഇതിൻ്റെ പിന്നെ BJP കോൺഗ്രസും BJPയും കൂടെ ആയിരുന്നു ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നതെന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് ഗണേഷേ നിങ്ങൾ തമ്മിൽ ഒത്തുതീർപ്പ് ആക്കിയല്ലോ. ആ സമയത്ത് കോൺഗ്രസും BJPയും ഉണ്ടായിരുന്നു. ഒത്തുതീർപ്പ് സമയത്ത് വല്ലതും അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക. ഇതിൻ്റെ പിന്നിൽ കോൺഗ്രസ് ആണെന്ന് പറയുന്നു. കാരണം അവരെ വന്ന സമയത്തെ നിങ്ങൾ ഒന്നായി കഴിഞ്ഞപ്പോഴോ അല്ല, ഞാൻ ചോദിച്ചതാ. അന്നേരം പുള്ളിയുടെ കുറച്ച് വീഡിയോസൊക്കെ കാണാം, കുറച്ച് പ്രസംഗങ്ങളൊക്കെ കേൾക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാം. എന്നാലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ് ചെയ്തു, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുത്തു. എന്ത് തോന്നുന്നുണ്ട് സ്റ്റാൻഡേ ചേച്ചിയുടെയും ചേട്ടൻ്റെയൊക്കെ ഓരോരോ രണ്ട് ഗണേശൻ്റെ അച്ഛൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്. ഇപ്പോൾ വെള്ളാപ്പള്ളി വന്നിട്ട് ഇയാളെ അതിശയിപ്പിച്ച് രീതി സംസാരമാണ്. ഞാൻ അതൊന്നും ഇവിടെ വെക്കുന്നില്ല, കാരണം അങ്ങേർക്കും ഒരു സ്റ്റാൻഡില്ല. വന്നു അതിൽ വെക്കാം. ദിവസം ഞാനൊരു ശരിക്കും പറയാം മന്ത്രി എന്ന നിലയിൽ നിങ്ങളായിട്ട് കാണുന്ന ഇടവാങ്ങൽ പ്രസംഗമായിട്ടൊന്നും കണക്കാക്കാം. ഞാനിത് നിങ്ങളോട് എല്ലാവരോടും സ്നേഹത്തോടെ എന്നോട് സഹകരിച്ചവരോട് ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എങ്ങനെ മുന്നോട്ട് പോകുന്നു അതിനേക്കാൾ മികച്ച രീതിയിൽ മന്ത്രി മാറി വന്നാലും ആര് മാറി വന്നാലും നിങ്ങൾ ഇത് മുന്നോട്ട് നയിക്കണം. ഇത് നിങ്ങളുടെ ജീവനക്കാരായ നിങ്ങളുടെ സ്വത്താണത്. ഇത് നിലനിൽക്കേണ്ടത് നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. ഓഹോഹോ, ഭയങ്കര ഉപദേശമാണല്ലോ. കേൾക്കട്ടെ ബാക്കിയും കൂടെ. വിരോധിപ്പിക്കാനും വിദ്വേഷിപ്പിക്കാനും എന്റെ ചോര വേണമെങ്കിൽ ഒരു പിച്ചാതിത ഞാൻ മുറിച്ചു തരാം, കുടിച്ചു. അല്ലാതെ വെറുതെ നടന്ന് എന്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇന്നിപ്പോ ഇതൊന്നും തരാതെ ഞാൻ രാജിവെച്ചു പോകുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ആഗ്രഹിക്കാൻ കൊള്ളാം. മന്ത്രിസഭയ്ക്ക് ഇനി 5 വർഷം 6 വർഷക്കാരാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ച മന്ത്രിക്ക് ഒരു വിലയില്ല. ഇലക്ഷൻ പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അത്തരം സന്തോഷത്തിന് വേണ്ടി നടക്കണ്ട. അതൊരു നല്ല കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ ആണ് നല്ല കാര്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇതായിരുന്നു. സ്വന്തം കാര്യം വന്നപ്പോഴെന്തായിരുന്നു ആ ഒരു സ്ത്രീക്ക് ഉണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അവർ ഇത്ര വിളിച്ചു പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ?
പണത്തിൻ്റെ ഇതും അഹങ്കാരത്തിൻ്റെയും, പിന്നെ അതുപോലെ കേരളം ഭരിക്കുന്ന ഇവന്മാരാണല്ലോ, ഒതുക്കി കളയുന്നതെല്ലാം ഭീഷണിപ്പെടുത്തി കാണും. എന്നിട്ട് വന്നിട്ട് ഇപ്പോൾ അവർ പറയുന്നത് എൻ്റെ ചേട്ടൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഒത്തൊരുമയായിട്ട് പോണം, പുള്ളി വിട്ട് പിരിയാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിലാണ്. എല്ലാം കണക്കാ. വേറൊരു സ്ത്രീയുടെ കൂടെ കണ്ട് അവരത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ നേരത്ത് കൂടുള്ള സഹപ്രവർത്തകരുടെ കയ്യിൽ നിന്ന് പോലും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവപ്പെട്ടു. എന്നിട്ടും അവരവിടെ നിൽക്കുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഗണേഷ് കുമാറിൻ്റെ പവർ എന്താണെന്ന്. പേടിച്ചിട്ട് അല്ലാതെ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അവരും കാണുമായിരിക്കും. എനിക്ക് ആരോടും വിരോധം ഉണ്ടായില്ല. ഞാൻ മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായിട്ട് സ്നേഹമായിട്ട് പെരുമാറുന്നു. പക്ഷേ കഴിഞ്ഞ 2 ദിവസമായിട്ട് എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്. സന്തോഷം. ഇത് പണ്ടും ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുമെന്ന് എനിക്കറിയാം. നിന്നും കൂടുതൽ വ്യത്യസ്തതയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല നിങ്ങളോട് ചിരിച്ചതും ചില മാധ്യമങ്ങൾ ഞാൻ ഇന്റർവ്യൂ തന്നതും. എന്റെ കഴിവുകൾ അംഗീകരിക്കരുത്. ഞാനൊരു സ്നേഹം കൊണ്ട് തന്നു, കുറെ നാളായിട്ട് ചോദിച്ചു തന്നു, പക്ഷെ തന്നതിന്റെ ഫലം എനിക്ക് തന്നു. അതങ്ങനാണല്ലോ, അവർ തരും. ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇതേ ന്യൂസിലുള്ളവന്മാരൊക്കെ തന്നെയാണ് ഓരോ കള്ളങ്ങൾ പടച്ചു വിടുമ്പോൾ നിങ്ങളൊക്കെ അത് ഏറ്റുപിടിച്ച് സംസാരിക്കുമല്ലോ. അനുഭവം വരുമ്പോഴേ മനസ്സിലാവും. എന്തായാലും രമേശ് ചെന്നിത്തല പറയുന്ന ഒരു കാര്യം ഞാൻ വെച്ച് തരാം. കേരളത്തിന്റെ ഒരു മന്ത്രിയല്ലേ, നിങ്ങൾക്ക് ധാർമ്മികമായ നിലപാടുകൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി, നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായ മുഖ്യമന്ത്രി ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കുന്നത് തികച്ചും അധാർമികവും നിയമവിരുദ്ധവുമായ കാര്യമാണ്. ഇത്രയും വലിയൊരു ഗുരുതരമായ തെറ്റ് ചെയ്തിട്ട് 112 വിളിച്ചു പറഞ്ഞ് സ്ത്രീ വിളിച്ചു പറഞ്ഞിട്ട് പോലീസ് വന്നു. പക്ഷെ പോലീസ് അപ്പോൾ അവിടെ തിരിച്ചു പോയി. അവൻ പോലീസിനെ തിരിച്ചു പോകാൻ ആര് പറഞ്ഞു? ഇത്തരം നിരവധി കാര്യങ്ങൾ ഇവിടെ ഉത്തരം കണ്ടെത്തേണ്ട കാര്യങ്ങളല്ലേ ഉള്ളത്. ഈ കാര്യത്തിൽ എല്ലാം ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റും മറുപടി പറയേണ്ട കാര്യമാണ്. ഇവരൊക്കെ ഇത്രയും കാലം പറഞ്ഞിരുന്നതിന് വ്യത്യസ്തമായ നിലപാട് ഇവിടെ എടുക്കുകയല്ലേ. അതെ, രമേശ് ചെന്നിത്തല പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. എന്തുകൊണ്ട് പോലീസ് തിരിച്ചുപോയി? ഇതിനൊന്നും ആർക്കും ഉത്തരവോ കാര്യങ്ങളോ ഒന്നുമില്ല. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഇതൊക്കെ കാണുന്നുണ്ടാവോ? ഇപ്പം ട്രെൻഡിങ് എന്ന് വെച്ചാൽ സാക്ഷാൽ പിണറായി വിജയന്റെ 10 വർഷം മുമ്പുള്ള പ്രസംഗമാണ് ഉമ്മൻചാണ്ടിക്കെത്തി. അതും ഇതേ ഗണേഷിന്റെ തന്നെ ആദ്യ ഭാര്യ കൊണ്ടുകൊടുത്ത പരാതിയെക്കുറിച്ചൊക്കെ. ഇപ്പോൾ ഓർക്കുമ്പോൾ എല്ലാം എനിക്ക് ചിരിയാണ് വരുന്നത്. കൊടുത്ത കൊല്ലത്തുമൊക്കെ കിട്ടുമെന്ന് പറയത്തില്ല, കർമ്മയെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ കൺമുന്നിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ മേഡം പറയുന്നൊന്ന് കേൾക്കട്ടെ. ഒരു മന്ത്രിയുടെ വീട്ടില് ഗാർഹിക പീഡനം നടന്നതിന്റെ വാർത്ത പുറത്തു വന്നിട്ട് ഒരു ദിവസക്കാലമാകും. ഇത് സംബന്ധിച്ച് കോൺഗ്രസോ പ്രതിപക്ഷമോ കൊണ്ടുവന്ന വാർത്തയല്ല, മന്ത്രിയുടെ ഭാര്യ തന്നെ മാധ്യമങ്ങളിലൂടെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അറിയിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. വീട്ടിൽ വെച്ച് തന്നെ 112 വിളിക്കേണ്ടി വന്നു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവിടെ എത്തിയെന്നും അവരെ മുറിയിലിട്ട് പൂട്ടിയെന്നും പൂട്ടിയതിനു ശേഷം മുറി തുറന്നു വരുമ്പോൾ പോലീസുകാരെ കണ്ടില്ലെന്നുമുള്ള വാർത്ത പറഞ്ഞത് മന്ത്രിയുടെ ഭാര്യ തന്നെയാണ്. ഇത് സംബന്ധിച്ച് ഒരു നടപടിയെടുക്കാനോ പോലീസുകാർ എന്തുകൊണ്ട് അവിടെ നിന്ന് മാറിക്കളഞ്ഞു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനോ ഇതുവരെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. പുള്ളിക്ക് ഇങ്ങനെയുള്ള കേസ് കേട്ടിലൊന്നും പുള്ളിക്ക് ഇടപെടൂല ചേച്ചി. കടക്ക് പുറത്ത് പുള്ളി ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യനാണ്. അതങ്ങനെ ഒരു സാധനം. പറഞ്ഞിട്ട് കാര്യമില്ല, കാലത്തിന്റെ ഒരു പോക്കേ. നിങ്ങൾ ബാക്കിയും കൂടെ പറ. നാം ആലോചിക്കേണ്ടത് സ്ത്രീ സുരക്ഷ. ഒരു ദിവസം തന്നെ 100 പ്രാവശ്യം സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്ന ആളുകൾ ഇന്ന് സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിൽ ജലരേഖയായി മാറിയിരിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. എന്തിന്? നമ്മുടെ ബസ്സുണ്ടല്ലോ KSRTC, 10 വർഷം കൊണ്ടുള്ള ഭരണം അടിപൊളിയും ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്ക് ഒടുക്കത്തെ സുരക്ഷയും നമ്മുടെ കേരളത്തിലാണ്. ഇപ്പം കണ്ടില്ലേ, മന്ത്രിയുടെ വീട്ടിൽ പോലും ഒരു സുരക്ഷയില്ല, ഒരു ഇതുമില്ല. ഭാര്യമാരുടെ അവസ്ഥയൊക്കെ ഇത്. പിന്നെ നമ്മുടെ ജനങ്ങളുടെ അവസ്ഥ പിന്നെ പറയാതെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുട്ടിപ്പിക്കുകയാണ് ഇപ്പം മുട്ടിപ്പിക്കുക. എന്തുകൊണ്ട് മന്ത്രിയുടെ ഭാര്യ നൽകിയ പരാതിയിന്മേൽ കേസെടുത്തില്ല? കേരളത്തിലെ പൊതുസമൂഹത്തിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത്? സാധാരണ ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ കൊണ്ടുപോയി കൊടുക്കുന്ന പരാതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇതിൽ നിന്നും നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും.
100% ഞാൻ യോജിക്കുന്നുണ്ട്. സാധാരണപ്പെട്ട ഒരു സ്ത്രീ കൊണ്ട് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഏതെങ്കിലും കുപ്പയെ കാണും. ഇവിടെ മന്ത്രിക്കും മന്ത്രിയുടെ ഭാര്യമാർക്ക് പോലും ഒരു പട്ടി വില കൊടുക്കുന്നുള്ളൂ. എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. എന്ത് സന്ദേശം അവർ കൊടുക്കുന്നു ഈ പാർട്ടിക്കാരിവിടെ? ഇപ്പോൾ വന്ന് വെളുപ്പിക്കുന്നുണ്ട്. അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അവർ കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ രാഹുൽ മാങ്കൂട്ടോ ആയിരുന്നെങ്കിലോ, ഇതിലിപ്പോൾ കോൺഗ്രസ്സിലെ ഏതെങ്കിലും നേതാക്കന്മാരായിരുന്നെങ്കിൽ എന്തൊക്കെ കാട്ടിയാനിപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് സതീശൻ കൂടെ പറയുന്നതൊന്ന് ഓടിച്ചിട്ടൊന്ന് വെച്ചിട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. നേതാക്കൾ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് ഗണേഷ് കുമാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടത്, ആ ചോദ്യത്തിന് മറുപടി പറയണം. അന്ന് കുടുംബ പ്രശ്നമായിരുന്നു. പക്ഷെ കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ മന്ത്രി ഗണേഷ് കുമാർ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആളാണെന്ന് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി. അന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ആവശ്യപ്പെടും. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഇരട്ടത്താപ്പ് വളരെ വ്യക്തമാണ് കാര്യങ്ങളെല്ലാം. എല്ലാവരുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന കിടക്കുന്നുണ്ട്, ഗണേഷ് കുമാർ രാജിവെക്കണം എന്ന് പറഞ്ഞു. ഇന്ന് അതിനേക്കാൾ ഗൗരവമുള്ള പ്രശ്നമാണ് പോലീസ് ഇനാക്ഷനും കൂടി ഉണ്ട് ഇവിടെ. അവരുടെ പരാതി വ്യക്തമായിട്ട് ഒരു പരാതി കൊടുത്തില്ല. അവരെല്ലാ മാധ്യമങ്ങളോടും അവരുടെ പരാതി പറഞ്ഞു. ആ പരാതി നിൽക്കുകയാണ്. ആ പരാതി നിൽക്കുമ്പോൾ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലോ, ക്ലിയറാണ്. പറഞ്ഞു കഴിഞ്ഞു, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ FIR എടുക്കാമല്ലോ. ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഭാര്യയുടെ പ്രസ്താവനയിലൂടെ ക്ലിയറാണ്. 2, അത്തരം ഒരാൾ മന്ത്രിസഭയിൽ തുടരുന്നത് ശരിയാണോ എന്നുള്ള കുറിച്ചാണ് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. വളരെ ഗുരുതരമായ അലിഗേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ ആരോപണങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കാരണം ആ ആരോപണങ്ങളിലെ ചില വരികൾ വളരെ അപകടകരമായ ഒഫൻസിലേക്കാണ് പോകുന്നത്. ഞാൻ അതിലെ വിശദാംശങ്ങൾ പോകുന്നില്ല. അത് പോലീസ് പരിശോധിക്കേണ്ട കാര്യമാണ് അവിടെ എന്താ നടന്നതെന്ന്. പോലീസ് പരിശോധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവന്മാർ ആ കേസ് ഇട്ട് നൈസായിട്ട് വിടുകയും ചെയ്തു. ഇവ തെള്ളിപ്പോവും, ഈ ഒരു സംഭവം തെള്ളിപ്പോഴും. ഇവിടെ കിടന്ന് ഇങ്ങനെ പ്രസംഗിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ആ പെണ്ണുമ്പുള നൈസായിട്ട് അങ്ങ് കാല് വാരിയപ്പോൾ പിന്നെ എല്ലാം അവിടെ അവസാനിച്ചു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ശാപം ഉണ്ടല്ലോ, നിനക്കൊക്കെ കർമ്മയടയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും കിട്ടും. ഇനി ഓരോന്നായിട്ട് പൊങ്ങി വരാൻ കിടക്കുന്നേ ഉള്ളൂ. എന്തായാലും ജനങ്ങൾ പറയട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജനങ്ങൾ പറ. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.